ഹലോ, ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു നെയിം ബോർഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ചെയ്ത് കൊടുത്തിട്ടൊരു വർക്കായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പും ഞാൻ ഇതുപോലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇതിന് ഓർഡർ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് അടുപ്പിക്കണം. പിന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കണം. കുട്ടിയുടെ അവർക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് ആ ഒരു ഡിസൈനിലിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ ഫോട്ടോയും പേരും എല്ലാം നമ്മൾ ഒന്ന് വിനയിൽ പ്രിൻ്റ്, അതായത് സ്റ്റിക്കറാണത്, അതിൽ നമ്മൾ പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഫോം ബോർഡ് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. അതെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പ്രിൻ്റ് എടുത്ത സമയത്താണെങ്കിൽ ഇതിനൊരു നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത സമയത്ത് അതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ചേട്ടൻ എനിക്ക് രണ്ടാമത് ഒരു പ്രിൻ്റ് എടുത്ത് അതിൽ റൗണ്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഞാൻ അടിയിലത്തെ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് 4 സൈഡും. അല്ലാതെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. നല്ല പാടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആയതുകൊണ്ട് മറ്റേത് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് റൗണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു. ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ രണ്ട് ഇത് ഷീറ്റ് ഒരുമിച്ച് വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഫോം ബോർഡ് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ഒരേ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് അളവെടുത്ത് നോക്കിയപ്പോഴാണ് 2 സൈഡും, അതായത് ആ സൈഡും ഈ സൈഡും രണ്ടും രണ്ടാണ് കേട്ടോ. അതായത് ഒരെണ്ണത്തിന് ഇച്ചിരി വീതി കൂടുതലുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ അത് ആദ്യം ഒരേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ആ ഒരു ഏതാണോ ചെറിയ ഭാഗം ആ ഒരു ഭാഗത്തിൻ്റെ അളവെടുത്തിട്ട് മൊത്തത്തിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ലൈൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് പിന്നെ വേണം അതും അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നടുക്കൂടെ ഒന്ന് സെൻറ്ററായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇച്ചിരി പണിയുള്ള പരിപാടിയാണ് കേട്ടോ. കാണുന്ന പോലെ അത്ര ഈസി അല്ല. ഇത് സെൻറ്റർ അടയാളപ്പെടുത്തി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വെച്ച് നോക്കണം കറക്റ്റ് അളവാണോ എന്ന്. ഇതിപ്പോൾ ശരിക്കും ഞാനിത് ചെയ്ത ദിവസം വൈകിട്ട് കസ്റ്റമർ വരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എണീറ്റ് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കസ്റ്റമർ കൊണ്ടുപോയത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്നാണോ നമ്മുടെ ഫങ്ഷൻ എന്നാണോ അന്ന് രാവിലെ ആട്ടോ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ എല്ലാം റെഡിയാക്കി നോക്കിയിട്ടുണ്ട്, വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫോം ബോർഡിൽ നമ്മുടെ ഈ സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത് വളരെ പാട് പിടിച്ചൊരു ടാസ്ക്കാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞപ്പം ഇത് സ്റ്റിക്കർ എടുത്ത് തന്ന സ്റ്റുഡിയോയിലെ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ ഒട്ടിച്ചു, ഞങ്ങൾക്ക് പോലും ഇത് പറ്റുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഇയാളിത് ഒട്ടിച്ചേ എന്നോട് ചോദിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര പാടാണ് ഒട്ടിക്കാനെന്ന് വെച്ചാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നന്നായിട്ട് കൃത്യമായിട്ട് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഇതിനകത്ത് എയർ ബബിൾസ് കയറും. പിന്നെ നമ്മളത് ഇളക്കി പിന്നെയും ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാട് പിടിച്ചൊരു ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പതിയെ ഞാനും അനിയത്തിയും കൂടെ ഒരാളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സഹായത്തിന് വേണ്ടിയിട്ട് അനിയത്തിയെ കൂടെ വിളിച്ചിട്ടുണ്ട്. അവൾ പുറകിൽ നിന്ന് പതിയെ സ്റ്റിക്കർ ഇങ്ങനെ വലിക്കും. ഞാനപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളിത് ഫുൾ ഒട്ടിച്ചത്. വേറൊരു വഴിയും കൂടെ ഉണ്ട്, പക്ഷെ അതെനിക്ക് അത്ര കംഫോർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ അങ്ങ് ഒട്ടിച്ചത് കേട്ടോ. അതെന്തോന്ന് വെച്ചാൽ ഇതിനടിയിൽ നമ്മൾ സോപ്പ് വെള്ളം, അതായത് ഫോം ബോർഡിൽ സോപ്പ് വെള്ളം പതപ്പിച്ച് നമ്മൾ അത് തേച്ച് അതിൻ്റെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്കും ഈ സോപ്പ് വെള്ളം തേച്ച് അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് അത്ര ധൈര്യം പോരാ അതിലങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതേ.
ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഇച്ചിരി സമയം എടുക്കുമെന്നേ ഉള്ളൂ. പതുക്കെ അങ്ങ് അങ്ങ് ഒട്ടിച്ച് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അതിന് ശേഷം ഞാൻ ഇതുപോലെ മറ്റേ സൈഡിൽ വെക്കാനുള്ള നമ്മൾ ഫോം ബോർഡ് നടുക്കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അനിയത്തി എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് ഷേപ്പിലാടി, റൗണ്ടിലാണോ നീ കട്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. ഓക്കെ, അതിന് ശേഷം നമ്മളിത് സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പതിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഇതിൽ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. നല്ല സമയം എടുത്തിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്, കാരണം കയറി ഇറങ്ങിയൊന്നും പോകാൻ പാടില്ലല്ലോ. അപ്പം അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ലൈറ്റ് കൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഡിസൈനെല്ലാം കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോഡൽ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഇതിന് ഡിസൈനും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കൂടെ ചെറിയൊരു ലൈറ്റും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ നമ്മൾ ആ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെക്സ് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് രണ്ടും ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഇതിൻ്റെ അടിയിലാണ് നമുക്കൊരു ഹോള് കൊടുക്കാനുള്ളത്. കാരണം ഇതിനകത്ത് നമ്മൾ ബീഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ തെർമോക്കോൾ ബോൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് വീഴുന്ന രീതിയിൽ വേണം നമ്മളിതിൻ്റെ ഹോള് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഹോളും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ലൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുഞ്ഞ് LED ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നു കറക്റ്റ് അളവായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹോളെല്ലാം ഞാനൊന്ന് അളവെടുത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കേട്ടോ നമ്മളിതിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലൈറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞ് ലൈറ്റായിരുന്നേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ നമ്മളോട് ലൈറ്റ് വെച്ച് കൊടുക്കണം എന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു ലൈറ്റ് നോക്കിയ സമയത്ത് അതിന് അത്യാവശ്യം 300-400 രൂപ റേഞ്ച് വരുന്നതുകൊണ്ട് നമ്മളത് കസ്റ്റമറിനോട് ചോദിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. ഇതാണ് ഈ കുഞ്ഞ് ലൈറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഇതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മൊത്തം നമ്മളൊന്ന് ഒട്ടിച്ച് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ അകത്ത് തെർമോക്കോൾ ബോൾസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം കാണാം.